ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേൽസ് ഓഫ് ഇമയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നൊരു ഫുഡ് ബ്ലോഗാണ്. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കുറേ വർഷമായി തുടങ്ങിയിട്ട്, പക്ഷേ ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോയൊരു സ്ഥലമാണ്. റേറ്റിംഗ് ഒക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. 4.4 ഒക്കെ റേറ്റിംഗ് ഈ കടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് അങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ പൊതുവേ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം തീരാറായി. ഒരു സൈഡിൽ ബജിക്കടയും ഒരു സൈഡിൽ ഫ്രൈഡ് റൈസ് വിത്ത് നൂഡിൽസ്, പിന്നെ ചിക്കന്. ഇതാണ് ഇവിടുത്തെ മെയിൻ. എല്ലാം ഗ്രാം അനുസരിച്ചാണ് ഈ ചിക്കനൊക്കെ അവർ കൊടുക്കുന്നത്. 250 ഗ്രാം, 200 ഗ്രാം, നമ്മുടെ അവൈലബിലിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് പറയാം. അതേപോലെ നൂഡിൽസും തന്നെ ഹാഫും പറയാൻ പറ്റും, ഫുള്ളും പറയാൻ പറ്റും. നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ഇവർ ലൈവായിട്ട് തന്നെ അപ്പോഴെപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സലാണ്. 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. ഇത് ഞങ്ങളിപ്പം പോയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മണി ആയപ്പോഴത്തേക്ക് ഏകദേശം ഐറ്റംസ് എല്ലാം തീരാറായായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം ഐറ്റംസ് എല്ലാം തീർന്നു എന്നാണ് ഞങ്ങളുടെ കൂടെ പറഞ്ഞത്. അങ്ങനെ ഈ ഫ്രൈഡ് റൈസ് നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈല് ഫ്രൈഡ് റൈസാണ്. നമ്മുടെ കേരള ഫ്രൈഡ് റൈസായിട്ട് ബന്ധമേ കാണത്തില്ല. നല്ല സ്പൈസി ടൈപ്പുള്ളൊരു ഫ്രൈഡ് റൈസ്. നമ്മളിവിടെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും സ്പൈസി ഭയങ്കര കുറഞ്ഞിട്ടുള്ളതല്ലേ, പക്ഷേ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം പാഴ്സൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രാം അനുസരിച്ച് തൂക്കിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഒന്ന് വൈബ് ഔട്ട് ചെയ്യാം, ഒരു ഡിന്നർ ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എനിക്ക് ഫ്രൈഡ് റൈസ് നൂഡിൽസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ആ സൈഡൊന്നും അങ്ങനെ കിട്ടാറില്ല. അങ്ങനെയാണ് ഇവിടെ വന്നത്. ചെറിയൊരു തട്ടുകടയാണ്. പൈസയും 100 രൂപ, ഫുള്ളിന് 120 രൂപയും കണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിനൊക്കെ 180, 200 രൂപയോളം വരും നമ്മുടെ അടുത്ത റെസ്റ്റോറൻറ്റുകളിലുള്ള. പക്ഷേ ഇവിടെ 120 രൂപ ആ ഒരു റേഞ്ചിനകത്താണ് വരുന്നത്. പിന്നെ നമുക്ക് 80 രൂപയ്ക്ക് മേടിക്കാൻ തോന്നും. അങ്ങനെ കടയിൽ ഭയങ്കര തിരക്കാണ്, ലൈവായിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും നൂഡിൽസും എല്ലാം ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾ ഒരു ഫുൾ ഫ്രൈഡ് റൈസും ഒരു ഫുൾ നൂഡിൽസും പിന്നെ ഞങ്ങൾ പാഴ്സലും എടുത്തായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കനാണെങ്കിൽ ഒരു രക്ഷയില്ല. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മാസ്മരിക ഐറ്റം. ചിക്കന് കഴിക്കുമ്പോഴും വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ്. അങ്ങനത്തെ ഒരു ചിക്കൻ ഞാനത് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. നല്ല സോഫ്റ്റ് പോലത്തെ ഉള്ള ചിക്കനായിരുന്നു. ഞങ്ങളുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ കൂട്ടിയാണ് വന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പോവാം. ലൊക്കേഷൻ തൊളിക്കോട് പുനലൂരോട്ട് പോകുന്ന സ്ഥലം. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കഴിക്കുക. ഒരു ചെറിയൊരു നൈറ്റ് വൈബോട്ടൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.